you, sir. എല്ലാ അധ്യാപകർക്കും ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. അവരെയും ഞാൻ വന്ദനം അറിയിക്കുന്നു. And may the Lord help and bless all of our faculties, all of the teaching staff over here. ഇന്ന് തിരുവചനത്തിൽ നിന്ന് ധ്യാനിപ്പാനായി ഒരു വേദഭാഗം ഞാൻ ധ്യാനിച്ച് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് 104-ാം സങ്കീർത്തനത്തിൻ്റെ 16-ാം വാക്യം. Today, by praying and meditating, I'm here to standing here before you to share a verse, and it is from the book of Psalm number 104, verses 16. യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു. The trees of the Lord are full of sap. അവൻ നട്ടിട്ടുള്ള ലെബനോനിലെ ദേവദാരുക്കൾക്ക് തന്നെ. The cedars of Lebanon which he has planted. സങ്കീർത്തനത്തിൽ ഈ ഭാഗം ഇവിടെ നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ, as we read this psalm and as we meditate on it, 2-3 കാര്യങ്ങൾ അതിൽ പ്രത്യേകമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. We can see 2 or 3 major aspects within that verse. ഒന്ന്, തൃപ്തി വരുന്ന വൃക്ഷം. The first one is the tree which is satisfied. 2, നട്ടിട്ടുള്ള വൃക്ഷം. The second is the tree which has been planted. തൃപ്തി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അസുലഭമായ ഒരു വസ്തു, സുലഭം അല്ലാത്തതാണ്. എല്ലാവർക്കും ഇല്ലാത്ത ഒരു വസ്തുതയാണ് തൃപ്തി എന്ന് പറയുന്നത്. Being satisfied or being content with everything is something that is not enjoyed by every people around here. എന്നാൽ യഹോവ നട്ടിട്ടുള്ള വൃക്ഷങ്ങൾ, ഇവിടെ വൃക്ഷം എന്ന് പറയുന്നത് നമ്മെ ഉദ്ദേശിച്ചിട്ടാണ്. And the tree which is planted, which is written in this verse, it is in regards to us. ഈ വൃക്ഷങ്ങൾ, ഈ നട്ടിട്ടുള്ള എന്നുള്ള ആ പദത്തെ ഊന്നിക്കൊണ്ടാണ് ഞാൻ ഒരു അല്പസമയം തിരുവചനം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. For the next few minutes, I would like to share with you all from this phrase, from the phrase that we read, which he has planted. ഒരു ഓൾഡ് ടെസ്റ്റമെന്റ് പഠിതാവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഹീബ്രു ലാംഗ്വേജ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഠിക്കാറുണ്ട്, വായിക്കാം. Being a student of the Old Testament, at times whenever I get time, that I go through the Hebrew scriptures or the translation which is given over here for this verse. ഈ നടുക എന്നുള്ളതിന് 2-3 എബ്രായ പദങ്ങൾ ഉപയോഗിക്കുന്നു. The term planted is seen in 2 or 3 words in the Hebrew language. ഇവിടെ നടുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നതായ പദം നാട്ട എന്നുള്ള പദമാണ്. The word natta is used in Hebrew for the word plant in the Hebrew Bible. നാട്ട എന്നുള്ള ആ പദത്തിന് ഇത് ഒരു കാൽ ഫോമിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. കാൽ എന്ന് പറയുന്ന വെർബൽ ഫോമിലാണ് നാട്ട ഉപയോഗിച്ചിരിക്കുന്നത്. In the grammatical structure of the Hebrew language, we can see this word natta, which is used for the word plant, is in the kal form. അപ്പോൾ നടുക എന്നുള്ളതിന് to plant എന്ന് ആ പദത്തിന് അർത്ഥമുണ്ട്. It can also mean with like these to plant. എന്നാൽ അതിൻ്റെ നിഫാൽ ഫോം ഉണ്ട്. But then there is another form that is in Nifal. അത് പാസീവ് ഫോമിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. And that is recorded in a passive form. To be planted എന്ന്. It means it can be translated as to be planted. നടപ്പെട്ടു എന്ന് പറയുന്ന ഒരു ഫോമിൽ. Or it is in a form, it says that it has been planted. 80-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യം വായിച്ചാൽ, if you read Psalm number 80 verses 8, ഇങ്ങനെ നമുക്ക് വായിക്കാം. നീ മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരി വള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കി കളഞ്ഞ് അതിനെ നട്ടു. It reads, thou hast brought a vine out of Egypt, thou hast cast out the heathen and planted it. ഈ പദവും നട്ടു എന്നുള്ളത് ഈ പദത്തിന് ഒരു പ്രത്യേകമായ ഒരു വസ്തുത നമുക്ക് അവിടെ കാണാം. Here also you can see a different characteristic for this word which renders as planted. അവിടെ പറഞ്ഞിരിക്കുന്നത് അത് പറിച്ചു കൊണ്ടുവന്ന് നട്ടു.
here the verse gives this meaning that you have planted after plucking it. രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് ആ പദത്തിന് മറ്റൊരർത്ഥം കൂടെ കൽപ്പിക്കാം. അതിനെ പുൾ ഔട്ട് ചെയ്തു അല്ലെങ്കിൽ വലിച്ചെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. And the second meaning that could be put for this verse is planted, but before that it was pulled out. ഇസ്രായേലിനെ കുറിച്ചാണ് അതും പറയുന്നത്. It is in regards to Israelites. ഇസ്രായേൽ ആയിരുന്ന സ്ഥാനത്ത് നിന്ന്, The place where Israelites were, അവിടെ നിന്ന് പറിച്ചെടുത്തു കൊണ്ടുവരുന്നത് പോലെ, and as it was they were pulled out from there, അല്ലെങ്കിൽ അവിടെ നിന്ന് വലിച്ചു കൊണ്ടുവരുന്നത് പോലെ, as they were plucked out or pulled out from there, മിസ്രൈമിൽ നിന്ന്, from Egypt, ആ ജനത്തെ, those people, ദൈവം ഇസ്രായേലിൽ കൊണ്ടുവന്ന് നട്ടു. God brought these people back to their land, to the land of Israel, and God planted them. ഒരു പദം 1-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം, And the another similar kind of word you can see in Psalm number 1 നമുക്കെല്ലാം verses 3. കാണാപ്പാടം അറിയാവുന്ന ഒരു വാക്യമാണ്. And that is a verse which we know by heart. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം. And it is written, it is a tree planted by the streams of water that brings forth fruit in the season. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം, And the Hebrew term which is used over there, ഷാത്തൂൾ എന്ന എബ്രായ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷാത്തൂൾ. and the Hebrew word used there is shatul. ദാറ്റ് മീൻ അത് റീപ്ലാന്റ് ചെയ്യുന്നത് പോലെ, It gives the meaning of replanting. മറ്റൊരിടത്തു നിന്ന് പറിച്ച് കൊണ്ടുവന്ന് നടുന്ന ഒരനുഭവം. It means that you have plucked this thing from a different place and you are planting it in some other place. അപ്പം ഞാനിത് എന്തുകൊണ്ടാണ് ഈ 3 പദങ്ങൾ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ, If you ask me why did I select these 3 different kind of meanings for this verse, ബഹുമാനപ്പെട്ട നിത്യതയിൽ വിശ്രമിക്കുന്ന കോശിച്ചായനെ സംബന്ധിച്ചിടത്തോളം കുറേ കാര്യങ്ങൾ അദ്ദേഹം എന്നോട് ഇടപെട്ടിട്ടുള്ളതായ സന്ദർഭങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. I do recollect certain of the things that our respected former president who is in his eternal abode, when he was speaking to me, I do recollect certain things from him. ഞാനിവിടെ 1996 പഠനത്തിനായി വന്നതെന്ന് എൻ്റെ ഓർമ്മ. And to the best of my memory, I guess that I have come over here in 1996. അതിനു മുമ്പ് തന്നെ അദ്ദേഹവുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. But then I was familiar with him before that even. ഞാൻ ഒരു റിവൈവൽ പ്രോഡക്റ്റാണ്. ഞാനൊരു റിവൈവലിൽ ഉരുത്തിരിഞ്ഞ ഒരു സുവിശേഷകനാണ്. And you can consider me as an evangelist who was brought out from. ഞാൻ ഉണർവിൻ്റെ ഒരു സമ്മാനമാണ് ദൈവം എനിക്ക് സമ്മാനമായി ലോകത്തിന് നൽകിയതാണ്. And I do consider myself that God has given me as the product of revival or a gift of revival to this land. 1976 ഞാൻ ദുബായിൽ ഉള്ളപ്പോൾ ജോലിക്ക് പോയതാണ്. അവിടെ ഉള്ളപ്പോൾ ആണ് ഉണർവുണ്ടാകുന്നത്. And when I went to Dubai in search of a job in 1976, meanwhile a revival took place. ദുബായിലെ ഉണർവ് ഞങ്ങൾ കുറേ പേര് മരുഭൂമിയിൽ പ്രാർത്ഥിക്കുമ്പോഴുണ്ടായ ഒരു വലിയ ഉണർവായിരുന്നു. The Dubai revival, if I recollect, it says that it happened when we were praying. Few of us were praying in the wilderness. അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്തു. And then I got saved and I got baptized. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ആത്മാഭിഷേകം പ്രാപിച്ചു. After 1 week that I received the baptism of the Holy Spirit. അന്ന് മുതൽ ഞാൻ സുവിശേഷ വേല തുടങ്ങി. And from then on I became an evangelist. അന്നൊരു പാസ്റ്റർ കൂടെ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് ഞാൻ വർക്ക് ചെയ്തു. And I was also assisting a pastor then. ഒരു 4 കൊല്ലം കഴിഞ്ഞപ്പോൾ സ്വന്തമായി സഭയുണ്ടാക്കി. After 4 years I planted my own church. കുറച്ച് നാളുകൾ കഴിഞ്ഞ അവസരത്തിൽ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, നീ നൂറനാട്ടേക്ക് പോകാം. And after some time that the Lord, the Spirit of the Lord told me that you need to go to a place named as Nurnad in Kerala. ഞാൻ അവിടെയുള്ള സന്ദർഭത്തിലാണ് കോശിച്ചായനുമായിട്ട് ഞാൻ പരിചയമാകുന്നത്. When I was there, that I got in touch with a former president. അസംബ്ലീസ് ഓഫ് ഗോഡിൽ ഒരു അംഗമായിട്ട് ഞാൻ ചേർന്നു. And I became a member in the Assemblies of God Church. നൂറനാട് സഭയിലേക്ക് എന്നെ അവർ ട്രാൻസ്ഫർ ചെയ്തു. And they transferred me to the Nurnad Church.
അവിടെയാണ് ഈ കോശിച്ചായനുമായിട്ട് കൂടുതൽ അടുക്കുവാനുള്ളതായ അവസരമുണ്ടായത്. And from there on, I got more opportunities to be in touch with our former president, Koshi Eppachen. ഞാൻ നേരത്തെ സ്നാനപ്പെടുത്തും, സുവിശേഷം പറയും, മറ്റു ശുശ്രൂഷകളെല്ലാം ചെയ്യും. എങ്കിൽ തന്നെയും ഓർഡിനേഷൻ എനിക്ക് ലഭിച്ചിരുന്നില്ല. Even if I used to go out and evangelize and baptize people, I did not get ordination then. അപ്പം എനിക്ക് ഓർഡിനേഷൻ 1995 തരുന്ന സന്ദർഭത്തിൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് ടി ജെ സാമുവൽ പറഞ്ഞു, നിങ്ങൾ ബൈബിൾ സ്കൂളിൽ പഠിച്ചേ മതിയാവും. But then when I was receiving my ordination in the year 1995, then the Reverend T.J. Samuel, he said to me that it is mandatory for you that you need to do your studies in a Bible college. ഞാൻ അത് കഴിഞ്ഞ് നേരെ വന്നത് ഏലിയാമ്മയുടെ വീട്ടിലോട്ടാണ് വന്നത്. And there, from there directly I came to our honorable vice president's home near Elemachi. ഒരു സന്ധ്യാസമയമാണ് ഞാനും എൻ്റെ വൈഫും കൂടെ അവിടെ ചെന്നു. And I do recollect me and my wife in one evenings that we went to there. ഭാഗ്യത്തിന് അച്ചായൻ അവിടെ ഉണ്ടായിരുന്നു. And then he was the former president, he was there. അച്ചായൻ എന്നോട് ചോദിച്ചു, രാജൻ എന്താണ് ഇപ്പോൾ വന്നത്? And Koshi Eppachen, he asked me, "Oh Rajan, why did you come here today?" ഞാൻ പറഞ്ഞു, അച്ഛാ ഈ പ്രായത്തിൽ എനിക്ക് ബിഡി പഠിക്കാൻ പറ്റുമോ? And I asked him, am I eligible to study BD in this age? എന്തുകൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല? He asked me, what stops you from learning that? അച്ചായൻ ആരാണ്ടെ പറഞ്ഞു വിട്ടിട്ട് ഇവിടുന്ന് ഒരു ഫോം എടുപ്പിച്ചു. And our dear former president, he sent somebody to collect a form from here. എല്ലാം ഫില്ല് ചെയ്തു. And I filled that form. അവിടെ കൊടുത്തു. And I gave it. പിന്നെ ഇവിടെ എൻട്രൻസ് എഴുതി. And then I did my entrance test. ഞാൻ പാസ്സായി. And I got passed. അന്ന് മുതൽ 96 തോന്നുന്നു ഞാൻ ഇവിടെ ഓറിയന്റേഷൻ വന്നു. And I guess in 95 or 96 that I joined here for orientation. ഓറിയന്റേഷൻ ക്ലാസ്സിൽ ആദ്യമായിട്ട് കിട്ടുന്നത് ബീവറീസ് സാറിൻ്റെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള ആ തലകുലുക്കും ആ ചോദ്യവുമായിരുന്നു. And the first class that we were welcomed with was Dr. Verghese' class, who welcomed us with a satirical way of talking and the way he nodded his head. ഞാൻ BD കംപ്ലീറ്റ് ചെയ്തു. I completed my BD studies. എല്ലാ ടീച്ചേഴ്സിനും നന്ദി പറയുന്നു. And I thank all the teachers. ഈ കാലയളവിലെല്ലാം എനിക്ക് അച്ചായനുമായിട്ട് അടുത്തിടപഴകുവാൻ അവസരം കിട്ടിയിട്ടുണ്ട്. In all these years that I had the privilege to ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങോട്ട് പഠിച്ചിട്ടുണ്ട്. I learned a lot of lessons from our dear Koshi Eppachen. പ്രാർത്ഥിക്കാൻ പഠിച്ചു. I learned to pray. അതുപോലെ തന്നെ കമ്പാഷൻ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചതാണ്. I learned to be compassionate from him. അതുപോലെ തന്നെ സ്ട്രിക്ട്നെസ് ഞാൻ അച്ചായനിൽ നിന്ന് പഠിച്ചതാണ്. I learned from Koshi Eppachen how to be strict. അതുപോലെ തന്നെ ഒരു വേർഡ് പറഞ്ഞാൽ അത് തല പോയാലും ശരി അത് സാധിപ്പിച്ചെടുക്കുന്ന ഒരു സ്വഭാവം ഞാൻ കോശിച്ചായനിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. I could see that sternness in our dear Koshi Eppachen, that if he says a word, he'll make sure that it gets accomplished. ഈ 6 കൊല്ലവും ഞാൻ നന്നായി ഇവിടെ പഠിക്കുവാനിടയായി. In all these 6 years that I was able to study here very well. എങ്ങനെയാണ് ഞാൻ ഹീബ്രു പഠിച്ചതെന്ന് അറിയാമോ? Do you know how did I study Hebrew language? എനിക്ക് ഗ്രീക്ക് ഭാഷ പിടിക്കുന്നില്ല. Because I did not like much the language Greek. ഗ്രീക്ക് പാസ്സായില്ലെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. And if at that time if we are not able to pass Greek, we wouldn't be allowed to continue. ഞാൻ ഒത്തിരി പ്രസംഗങ്ങളൊക്കെ ഇവിടെ പ്രസംഗിക്കുമായിരുന്നു ചാപ്പലിൽ. Meanwhile, in those days I used to preach in this chapel a lot of sermons. I was sitting in the last point and അവിടെയാണ് ഞാൻ സാധാരണ സൈഡിലോട്ട് ചേർന്നിരിക്കുന്നത്. I used to sit in the last corner of this chapel. ഈ സ്റ്റുഡൻസ് എല്ലാം പോയി കഴിഞ്ഞ് ഞാൻ അവിടെ ഇരിക്കും. And after all these students used to go, still I used to continue to sit there. ഞാൻ പ്രാർത്ഥിക്കും. And I used to pray. എനിക്ക് ഗ്രീക്ക് പാസ്സാകണം. God, I need to pass Greek. 65 മാർക്കും കണ്ട് കിട്ടിയെന്ന് തോന്നുന്നു. I guess I received 65 marks in that. പക്ഷേ എനിക്കത് കണ്ടിന്യൂ ചെയ്യുവാൻ അത്ര ഹാർഡായിട്ട് അത്ര പ്രയാസമായിട്ട് തോന്നി. But then I felt it much difficult to continue that. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഹീബ്രു പഠിക്കാൻ അച്ചായൻ എന്നോട് പറഞ്ഞു. Meanwhile, Koshi Eppachen instructed me to study the language Hebrew. അച്ചായൻ എന്നെ വളരെയധികം ഫോഴ്സ് ചെയ്തു. അപ്പം പഠിപ്പിക്കുന്ന സാറില്ല, അവരെല്ലാം ഡോക്ടറേറ്റിന് പോയി. He told me to study then, but then we fell short of faculties to study that because they went for their doctoral studies. എനിക്ക് തോന്നുന്നു അച്ചായൻ്റെ ദേശം ചെങ്ങന്നൂരാണെന്ന് തോന്നില്ലേ? And I guess his hometown is Chenganur. ഇവിടെയാണ് അല്ലേ? ഏനാത്താണ്.
അപ്പൊ ഒരു സ്ഥാനത്തു നിന്ന് ഇവിടെ പറിച്ചു നട്ടു എന്നാണ് ഞാൻ മീൻ ചെയ്യുന്നത്. And I do see this, that his hometown is in Anath. From there Lord plucked him and planted here. അപ്പൊ ഏനാത്ത് നിന്ന് ഇവിടേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തു, അല്ലെങ്കിൽ പറിച്ചു നട്ടു. And God plucked him from his place, hometown Anath, and planted here. ഇവിടെ 104 സങ്കീർത്തനത്തിൽ പറയുന്നു, അവൻ നട്ടിട്ടുള്ള ലെബാനോനിലെ ദേവദാരുക്കൾ ഇല്ലേ, ദേവദാരുക്കൾ ആ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരും. And it is written, the trees of the Lord are full of sap, the cedars of Lebanon which he has planted. എന്നെയും നിങ്ങളെയും നടുന്നത് ദൈവമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. If God is the one who is planting you and me, make sure that nobody will bring us to failure in any point of our life. 1-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ യഹോവ നട്ടിട്ടുള്ള വൃക്ഷത്തിന് അവൻ വെള്ളം എത്തിക്കും. As we read in Psalm number 1, if a tree is planted by God himself, definitely the waters will be provided by God. അതുകൊണ്ടാണ് കാക്ക വന്നില്ലേ എന്ന് കോശിച്ചായൻ അവിടെ ഇരുന്നു കൊണ്ട് വിളിച്ചു ചോദിച്ചത്. That's why once Koshiyapachan was telling, did not that crow come to visit us? ഇവിടെ സാധാരണയായി നദിക്കരയിൽ നട്ടു എന്നാണ് ഇവിടെ 1-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. And it is written, it was planted by the streams. എന്നാൽ നദി എന്നുള്ളതിന്റെ എബ്രായ ഭാഷ നഹറോത്ത് എന്നാണ്. And you can see the word streams or river is translated in Hebrew as nahar. നഹറോത്ത് എന്ന് പറയുന്നതായ ആ പെർമനന്റ് ആയി നാച്ചുറലായി സ്വാഭാവികമായി ഒരു റിസോഴ്സിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് നദി. Nahar or Naharot, which means river, it means it is flowing from a particular resource or source. എന്നാ 1-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ കാണുന്ന ആ നദിക്ക് പറഞ്ഞിരിക്കുന്നത് ഫാൽസിമയീം. But then the word used there in Psalm number 1 verse 3 is calcimaim. ഫാൽസിമയീം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആർട്ടിഫിഷ്യൽ കനാൽ. But then the word used in Hebrew in Psalm number 1 verse 3 renders this idea, it is an artificial canal. നിങ്ങൾ എവിടെ ജീവിച്ചാലും നട്ടത് ദൈവമാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് നിങ്ങളുടെ പ്രൊവിഷൻ എത്തിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം ശക്തനും മതിയായവനുമാണ്. It means, let me say that wherever you might live, but if the Lord has planted in that particular place, Lord will bring everything to your providence wherever you are. അതുകൊണ്ട് ആര് കാല ആക്കാൻ തോന്നിയാലും അതിനുവേണ്ടി പരിശ്രമിച്ചാലും അതിനെ ഉന്നതമാക്കുന്ന സർവശക്തനായ ദൈവമാണ് നമ്മെ നട്ടിരിക്കുന്നതെങ്കിൽ ഒരു ശക്തിക്കും നമ്മുടെ മേൽ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയുകയാണ്. Even if people come and mock us and say that the place you would live, it would be dark, but if that God has planted, let me tell in the Holy Spirit that definitely if God has planted, God will bring everything in providence. അച്ചായൻ ശ്രമിക്കുകയും ദൈവം നടുകയും ചെയ്ത ഈ വൃക്ഷത്തിന്റെ വളർച്ച ഇന്നുകൊണ്ടോ നാളെ കൊണ്ടോ തീരുന്നതല്ല, അത് തലമുറകൾ മുന്നോട്ട് പോകുന്നതാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ വിളിക്കപ്പെടുന്ന ഒരാൾക്ക് മാത്രമേ ഈ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യാൻ സാധിക്കൂ. The spiritual ministry can be done or performed by the one who is only called by the Holy Spirit. യിരെമ്യാവിനെ നിങ്ങൾക്കറിയാമല്ലോ, പ്രവാചകൻ യിരെമ്യാവ്. You are familiar with the prophet Jeremiah. യിരെമ്യാവിന്റെ വിളിയെക്കുറിച്ച് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. Jeremiah chapter 1 verses 4 through 10, it records about the call and commissioning of the prophet Jeremiah. അതിനകത്തിൽ പറയുന്നത് ഇടിക്കുവാനും പൊളിക്കുവാനും പണിയുവാനും ഉന്മൂലമാക്കുവാനും നശിപ്പിക്കുവാനും വെട്ടിക്കളയുവാനും നടുവാനും ഞാൻ നിന്നെ ആക്കി വച്ചിരിക്കുന്നു. The word says, I have this day set thee over the nations, over the kingdoms, to root out, to pull down, to destroy, to throw down, to build and to plant. ഹല്ലേലൂയ. Hallelujah. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ഓർക്കണം, ഈ സ്കൂളിൽ ഈ കോളേജിൽ പഠിക്കുവാൻ വന്നിരിക്കുന്ന വിദ്യാർത്ഥികളോടായി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. നിങ്ങളെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിക്കാൻ പോകുന്ന പ്രവാചകന്മാരായി നിങ്ങളെ വിളിക്കുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. Let me remind you,
my dear brothers and sisters who are over here, who are planning to get out of the ministry, is God who is trying to ordain you, or God is preparing you to send to a particular place. He will plant you there. അങ്ങനെയുള്ളവരെ എവിടെ പോയാലും നടും. Such kind of people, if they go anywhere, God will plant them. അതിന്റെ ഇല വാടുവാൻ ദൈവം അനുവദിക്കുകയില്ല. And God will never allow their leaves to go wither. അത് കാലാകാലങ്ങളിൽ ഫലം നൽകും. And each season it will bear fruit. അത് കാലാകാലങ്ങളിൽ പച്ചയായി തന്നെ അതിന്റെ ഇല ഇരിക്കും. And each season the leaves will be so green. എന്താ അതിനെ കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കുന്നത്? What should we meditate from it then? പ്രായമായാലും ആരോഗ്യത്തോടെ നിലനിൽക്കുന്ന ദൈവദാസന്മാരെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കണം ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷമാണെന്ന് നിങ്ങൾ കരുതണം. If you see any servants of God in their old age but still very much healthy in their body, you should understand those are the trees planted along the streams. ഞാൻ കോശിച്ചായനെ കാണുന്ന സന്ദർഭങ്ങളിലെല്ലാം ദൈവത്തിന് സ്തോത്രം ചെയ്യുമായിരുന്നു. And whenever I used to meet Koshipichan, I used to thank the Lord. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്നുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. Important things he used to share with me. എനിക്ക് തോന്നുന്നു ഈ 50ാമത്തെ ഒരു മീറ്റിംഗ് ഇവിടെ നടത്തിയായിരുന്നല്ലോ ഈ സ്കൂൾ കോളേജിന്റെ ഒരു 50ാമത്തെ സമയത്ത്. He called me. എന്നെ അദ്ദേഹം വിളിച്ചിരുന്നു. And when it was the college was celebrating the 50th year, he called me. അന്ന് ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയാണ്. വലിയ അധികമൊന്നും ചെയ്യാൻ വയ്യ എങ്കിലും അവിടെ ആ പുതിയ ഓഫീസിൽ ഇരുന്നു കൊണ്ട് ഒരു ചെറിയ മീറ്റിംഗ് നടത്തി. സാർമാരെല്ലാവരും കുറച്ച് പേരുണ്ടായിരുന്നു. നിങ്ങളെ എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. ഞാൻ അന്ന് ഓർത്തു എന്ത് ഈ ദൈവം നട്ട വൃക്ഷമാണല്ലോ, അതുകൊണ്ടാണല്ലോ ഇതെല്ലാം ഇങ്ങനെ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ദൈവം ഇടയാക്കിയത്. And then when the meeting was conducted over there, when they were celebrating the 50th year, then I was thinking that it is God who planted this. That's why it is much more bearing fruit. എന്നെ ദൈവം അയച്ചു നൂറനാട്ടേക്ക്. And then God sent me to Nuranaad. 18 കൊല്ലം ഞാൻ അവിടെ ശുശ്രൂഷിച്ചു. About 18 years I ministered there. ഇപ്പോഴും സാറ് പറഞ്ഞു നൂറനാട്ട് സഭ സ്ഥാപിച്ചെന്നല്ല. And now also the sir did not say that he established Nuranaad church. 18 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി ഇവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. And after 15 years that they said that now you are not good enough, you should leave this place. ഞാൻ പറഞ്ഞു വളരെ നന്ദി, ഇത്രയും നാളും അനുഭവിച്ചതിന് സ്തോത്രം. I said to them, thank you that you allowed me for these many years. ഇനി എങ്ങോട്ടാ പോകുന്നത്? They asked me, where are you going? ഞാൻ ദൈവത്തോട് ചോദിച്ചു. I asked God. നീ ചാരിമൂട്ടിലേക്ക് പോകാൻ പറഞ്ഞു. God said you go to Charimud. ഞാൻ ചാരിമൂട്ടി പോയി. I went to Charimud. എത്ര പേരുണ്ടായിരുന്നു അറിയാമോ? Do you know how many people? നിങ്ങൾക്ക് വേണ്ടിയാ ഇത് പറയുന്നത്. I'm telling this for you all. ഞാനും എൻ്റെ വൈഫും മാത്രം. Me and my wife alone. രണ്ടുപേരും ഇരുന്ന് പ്രാർത്ഥിക്കുക. അവരുടെ വാടകയ്ക്ക് വീട് എടുത്തു. And we took a rented house and we were praying. ഞാൻ പാട്ട് പാടും. I used to sing. വൈഫ് വലുതായിട്ടൊന്നും പാടത്തൊന്നുമില്ല. And my wife is not a good singer. പിന്നെ ഞാൻ സ്തോത്രം ചെയ്യും. I used to thank the Lord. സങ്കീർത്തനം വായിക്കും. I read the psalm. പിന്നീട് ഒരു പ്രസംഗം പ്രസംഗിക്കും. Then I used to preach. സ്തോത്രകാഴ്ച ഉണ്ടല്ലോ, നമുക്ക് സ്തോത്രകാഴ്ച എടുക്കും. And then we used to take the offering. ഞാൻ 500 രൂപ ഇടും. I used to put 500 rupees. വൈഫിനെ കൊണ്ട് 500 രൂപ ഇടിക്കും. And then I put 500 rupees. സ്തോത്രകാഴ്ച 1000. And then I receive 1,000 rupees offering. ആദ്യത്തെ സ്തോത്രകാഴ്ച 1000. And the first offering is 1,000 rupees. ഞാൻ ശബ്ദത്തിലേ സംസാരിക്കത്തുള്ളൂ. ആത്മാവ് കയറിയ പിന്നെ നെടുനീളെ അങ്ങ് സംസാരിക്കും. And if I'm filled in the spirit, I used to speak very loudly. റോഡ് സൈഡിലുള്ളതായ ഒരു വീട്. And that house that we were staying, it was in the roadside. എന്റെ ശബ്ദം കേട്ടോണ്ട് ഒരു ഫാമിലി കയറി വന്നു. One of the family, as they heard my voice, that they came in. അവർ ഇന്നും എന്റെ വിശ്വാസികളാണ്. And still they are my believers. അവർ സ്നാനപ്പെട്ടു. And they got baptized. ഞാൻ അവിടെ ഇപ്പോൾ 12 കൊല്ലമായി ശുശ്രൂഷിക്കുന്നു. And now about 12 years it's been that I'm ministering over there. അമ്മയെ വിളിച്ചുകൊണ്ട് വന്നതാണെങ്കിൽ, if God has called us out, നമ്മളെ വേറൊരിടത്തുനിന്ന് പറിച്ചതാണെങ്കിൽ, if God has plucked us from another place, അവൻ നട്ടതാണെങ്കിൽ, if he has planted us, ഒരുത്തനും നിന്റെ നേരെ നിൽക്കാൻ പറ്റില്ല. nobody would withstand us. എത്ര സ്റ്റുഡന്റ്സ് അജിറ്റേഷൻ ഉണ്ടായാലും അതൊന്നും ഫലവത്താകത്തില്ല. Any student agitations may come, but still it would not come to be, it would not be fruitful enough. നട്ടവന്റെ വിശ്വസ്തത വളരെ വലുതായിരുന്നതിനാൽ നട്ടവൻ നടക്കുക തന്നെ ചെയ്യും. അവൻ അതിനെ നിലനിർത്തും, അതിൽ ഫലം കായ്ക്കും,
ആ ഫലമാണ് നിങ്ങൾ. But the അതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. The Satan then had planted this problem in the hearts of the students. Then the problem was on foot. But if the Lord has planted, if the Lord has established, definitely God will allow it to bear fruit, which you are the people over here. എനിക്ക് തോന്നുന്നു ഇത് ഇനഫാണ്. I guess this is enough for today. എനിക്ക് ഇതിൽ നിന്ന് എബ്രായ ഭാഷയിലും അതുപോലെ തന്നെ മലയാള ഭാഷയിലും ഇംഗ്ലീഷിലും നന്നായിട്ട് നിങ്ങളെ പഠിപ്പിക്കുവാൻ എനിക്ക് കഴിവുണ്ടെങ്കിലും ഇത് അതിനുള്ള ഒരു സമയമല്ലാത്തത് കൊണ്ട് ഞാനതൊന്ന് ടച്ച് ചെയ്ത് മാത്രം പോയി. നിങ്ങളെ എല്ലാവരെയും ദൈവം നന്നായി അനുഗ്രഹിക്കട്ടെ. I can teach you this verse from in 3 languages, Hebrew, Malayalam and English. But then since we are falling short of time, I'm stopping over here. Beautiful translation. Thank you. God bless you.